ആർമി കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മാപ്പു പറഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശിലെ ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷാ. അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ വലിയ വിമർശനമാണ് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. രാജ്യത്തിന് അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷിക്കെതിരെ പരാമർശം നടത്തിയ കുൻവർ വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഷായുടെ അപക്വമായ പരാമർശത്തെ ബിജെപിയും വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ക്ഷമാപണവുമായി ഷാ രംഗത്തെത്തിയത്. തന്റെ പ്രസ്താവന ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ വേണമെങ്കിലും ക്ഷമാപണം നടത്താൻ തയ്യാറാണെന്നും സഹോദരിയേക്കാൾ കേണൽ ഖുറേഷിയെ താൻ ബഹുമാനിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചിരുന്നു. ബിജെപിയും ആർഎസ്എസും സ്ത്രീവിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചുവെന്നായിരുന്നു വിജയ് ഷായുടെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചതെന്നും നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തതെന്നും വിജയ് ഷാ കൂട്ടിച്ചേർത്തു. അവർ ഹിന്ദുക്കളെ കൊന്നുവെന്നും ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കിയെന്നും അവരുടെ സിന്ദൂരം തുടച്ചുമാറ്റിയെന്നും പരാമർശത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോദിജി ഒരു സമൂഹത്തിനു വേണ്ടി പരിശ്രമിക്കുകയാണെന്ന വാക്കുകൾ ഉൾപ്പെടെയുള്ള പ്രസംഗം വിവാദമായതോടെയാണ് മന്ത്രി ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.